കേരളത്തെ പിടിച്ചുകുലുക്കി പുതിയൊരു മദ്യ അഴിമതി വിവാദം പുകയുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച പുതിയ ബജറ്റിലെ ഒരു നികുതി ഇളവാണ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുന്നത്. സ്വകാര്യ മദ്യഭീമനായ ബക്കാഡി കമ്പനിയെ സഹായിക്കാൻ വി.ഡി. സതീശൻ കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ബക്കാഡി ബ്രീസർ ഒരു റെഡി ടു ഡ്രിങ്ക് പാനീയമാണ്. വൈറ്റ് റം, ഫ്രൂട്ട് ജ്യൂസുകൾ, സോഡ എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. സാധാരണ വിദേശ മദ്യങ്ങളിൽ 42.8% ആൽക്കഹോൾ അടങ്ങിയിരിക്കുമ്പോൾ ബ്രീസറിൽ 4.8 മുതൽ 5% വരെയാണ് ആൽക്കഹോൾ ഉള്ളത്. ഇതിന്റെ ആകർഷകമായ നിറവും മദ്യത്തിന്റെ കയ്പില്ലാത്ത മധുരവുമാണ് പുതുതലമുറയെ ആകർഷിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ഘടനയിൽ വരുത്തിയ വിചിത്രമായ മാറ്റമാണ് അഴിമതി ആരോപണത്തിന് ആധാരം. ഇത്തരം പാനീയങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന 251% നികുതി ഒറ്റയടിക്ക് 120% UDF സർക്കാർ വെട്ടിക്കുറച്ചു. അതായത് 131% വൻ ഇളവ്. കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബക്കാഡി എന്ന ഒരൊറ്റ സ്വകാര്യ കുത്തക കമ്പനിക്ക് വൻ ലാഭം കൊയ്യാനാണ് സർക്കാർ ചട്ടങ്ങൾ മറികടന്ന് ഈ തീരുമാനമെടുത്തതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എക്സൈസ് വകുപ്പ് പോലും കൃത്യമായി അറിയാതെയാണ് ഈ ഫയലുകൾ ശരവേഗത്തിൽ നീങ്ങിയത്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ബക്കാഡി ബ്രീസറിനെ വിപണിയിൽ വ്യാപകമാക്കുന്നത് കേരളത്തിലെ കൗമാരക്കാരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ്. ഇതിലെ മധുരവും ഫ്രൂട്ട് ഫ്ലേവറുകളും കാരണം ഇതൊരു സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് തെറ്റിദ്ധരിച്ച് കുട്ടികൾ പോലും ഇത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങും. മദ്യപാന ശീലമില്ലാത്ത തലമുറയെ ലഹരിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രവേശന കവാടമായി ഈ പാനീയം മാറും. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ UDF അധികാരത്തിൽ വന്നപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി യുവതലമുറയെ മദ്യ അടിമകളാക്കുകയാണെന്ന് കത്തോലിക്ക സഭയും സമസ്തയും സാമൂഹിക പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നു. ഇത് കോള് പോലെ കുടിക്കാൻ മദ്യം വിതരണം ചെയ്യാനുള്ള നീക്കമാണ് എന്നാണ് പ്രതിപക്ഷം നിയമസഭയിൽ ആഞ്ഞടിച്ചത്. ഈ സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവായ VM സുധീരൻ പോലും മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. ജനങ്ങളുടെ ആരോഗ്യം തകർത്ത് സ്വകാര്യ മദ്യ മുതലാളിമാരിൽ നിന്ന് കോടികൾ കൈപ്പറ്റി നികുതി ഇളവ് നൽകിയ UDF സർക്കാർ ഈ ജനവിരുദ്ധ നയത്തിൽ നിന്ന് പിന്മാറുമോ, അതോ കോർപ്പറേറ്റ് സ്വാധീനത്തിന് മുന്നിൽ കേരളത്തിന്റെ ഭാവി പണയം വെക്കുമോ? കാത്തിരുന്നു കാണാം.